രജനീകാന്തിന്റെ ജയിലർ 2 റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ടീസർ സൺ പിക്ചേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. വാ. വിനായകൻ മാസ് വില്ലനിസം സൺ പിക്ചേഴ്സ് കലാനിർമ്മാണൻ പ്രസൻസ്. അതെന്തോന്ന് ബിജിഎം പുള്ളിക്കാരൻ അനുരത്തിന് മാത്രം എവിടെ നിന്നാ ഈ ബീജിയം ഒക്കെ കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതും ഇൻസ്റ്റന്റ് അഡിക്റ്റീവ് ആയിട്ട് കിട്ടില്ല ബാങ്ങർ ബീജിയമുകളാണ് തരുന്നത്. രമ്യ കൃഷ്ണൻ, രാജേട്ടൻ, ലാലേട്ടൻ, യോഗി ബാബു, അനിരുദ്ധ് മ്യൂസിക്കൽ. October. Oh my God. 2026 ഒക്ടോബർ 15-ാം തീയതിയാണ് റിലീസ്. സത്യം പറയാമല്ലോ, റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ടീസർ കത്തിച്ചിട്ടുണ്ട്. ഒരു 40 സെക്കൻഡ് ടീസറാണ്. ഒരു ഗൂസ് ബംസിലെ ഇമ്മാതിരിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടക്കം ആ ജയിലർ 1 വിനായകൻ പറയുന്നത്, അത് ഒരു ബ്ലാക്ക് ഫേഡ് ഇട്ട് ഒരു ബ്ലാക്ക് കളർ ഇട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റില് ആ ഒരു സീന് പറയുന്നുണ്ട്. പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേരുടെ ബാക്ക് ഷോട്ടും കാര്യങ്ങളും. ഇങ്ങോട്ട് ആ ഒരു ഗ്ലാസ് ഒരു ഡോറ് തുറക്കുന്ന പോലെ വരുന്നത് എനിക്ക് ലാലേട്ടനാണെന്നാണ് തോന്നുന്നത്. പിന്നെ ആ ഒരു സ്റ്റെപ്പ് വഴി നടന്നു വരുന്നത് രമ്യ കൃഷ്ണനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ യോഗി ബാബു ഉണ്ട്. പിന്നെ ഇതില് വേറെയും കുറച്ച് ക്യാമിയോസ് ഉണ്ട്. ശിവരാജണ്ണ ഉണ്ട്. പിന്നെ ഹൃതിക് റോഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നു. അത് സ്ട്രോങ് റൂമേഴ്സ് ഒക്കെയാണ്. ബട്ട് എന്നിരുന്നാലും എത്രത്തോളം അത് കറക്റ്റ് ആവണമെന്ന് അറിയില്ല. കാരണം നേരത്തെ ഷാറൂഖ് ഖാൻ, പിന്നെ പവൻ ബാലയ്യ, പിന്നെ വരുന്ന പവൻ കല്യാൺ ഇവരുമായിട്ടെല്ലാം ചർച്ച ചെയ്ത് അവിടെ മായിട്ടൊക്കെ മാറിപ്പോയതാണ്. പിന്നെ സ്ക്രിപ്റ്റിൽ എന്തോ മാറ്റങ്ങൾ വരുത്തിയാണ് ഹൃതിക് റോഷനെ കൊണ്ടുവന്നു എന്നുള്ള സംസാരങ്ങളും ഉണ്ടായിരുന്നു. ഹൃതിക് റോഷൻ ഇതിന്ന് ഈ പ്രൊജക്ട് റിജക്ട് ചെയ്യാൻ പോയപ്പോൾ. അപ്പോൾ കണ്ടറിയാം ആരാണ് വരുന്നത്. എന്നിരുന്നാലും ആ ലാസ്റ്റ് രജനീകാന്ത് സൂപ്പർ സ്റ്റാർ നിൽക്കുന്ന ഒരു നിപ്പ്, ആ ഒരു ഫ്രെയിം ഷോട്ട്, അതിന് ബ്ലർ ചെയ്ത് അങ്ങനെ ബ്ലർ മാറ്റി, ആ എല്ലാത്തിലും ഉപരി അനിരുദ്ധിന്റെ മ്യൂസിക് ഇടയിട്ട് സേഗ എന്ന് വെച്ചാൽ സേഗയാണ്. എങ്ങനെയാണ് പുള്ളിക്ക് ഇത്രയും മ്യൂസിക് കിട്ടുന്നത്, ബിജിഎം കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ആ ലാസ്റ്റില് അതിന്റെ കൂടെ തന്നെ ആ ഒരു മെയിൻ സാധനവും കൂടെ ഇട്ട് ഒരു എങ്ങനെയാ അനിരുദ്ധ് സേഗ. അതായത് എല്ലാവരുടെയും ചില സെറ്റിങ്ങളും പാട്ടുകളൊക്കെ ഈ ആദ്യമൊന്നും ഇഷ്ടപ്പെടില്ല, കേട്ട് പറഞ്ഞാൽ. പക്ഷെ അനിരുദ്ധന്റെ ഇൻസ്റ്റന്റ് അഡിക്റ്റീവ് ആണ്. അത് കേട്ട ഉടനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിപ്പോ കണ്ട കിട്ടില്ല ബിജിഎം. ആൻഡ് അഫ്കോഴ്സ് അതിലുപോലെ തന്നെ സംസാരിക്കുമ്പോ തന്നെ അതിൽ ഒരുപാട് അതില് ഇംഗ്ലീഷ് വരുന്നുണ്ട്, ആ ലിറിക്സിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്. കിട്ടില്ലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പടം കത്തും. കാരണം ഇത് ഈ ഒരു ഗ്ലിംസ്, ഒരു റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ടീസറിൽ തന്നെ എനിക്ക് തോന്നുന്നു അവര് ഫുൾ കോൺഫിഡന്റ് ആണ്. ഒന്ന്, കേരളത്തില് ഇപ്പൊ ജയിലർ റിലീസ് ചെയ്ത പോലെ മോഹൻലാലിനെ വെച്ച് മാത്യൂസ് എന്ന കഥാപാത്രത്തിനെ വെച്ച് ഓട്ടിയപ്പോ തന്നെ ഇവിടെ ഒരു 50 കോടി ചുമ്മാ കിട്ടിയതാണ്. അത് ഈ വർഷവും മോഹൻലാലിനെ വെച്ച് നേടാൻ ചാൻസുകൾ കൂടുതലാണ്. പിന്നെ നോർത്തിലേക്ക് വരുമ്പോൾ ഹൃതിക് റോഷനെ കൊണ്ടുവന്നത് അതിനായിരിക്കാമെന്നാണ് എൻ്റെ ഒരു സാധ്യത കൂടുതൽ പറയുന്നത്. അപ്പൊ അവിടുത്തെ ഓഡിയൻസിനെ പുള്ള ചെയ്ത് അവിടുത്തെ കളക്ഷൻ കിട്ടാൻ, കാരണം അവർക്ക് കുറച്ച് മാസ്റ്റർ സീനും കാര്യങ്ങൾ കൊടുത്താൽ അവിടെയും പടം ഹിറ്റാകും. പിന്നെ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ രജനിക്കും കൊടുത്താൽ അവിടെ ഹിറ്റാകും. അങ്ങനെ ടോട്ടലി ഓൾ ഇന്ത്യ പിടിക്കാനുള്ള പ്ലാനാണ്. ഈ പടമെങ്കിലും 1000 കോടി അടിക്കണം. കാരണം ഇതിനു ശേഷം ഇനി 1000 കോടി പുള്ളോട്ട് ചെയ്യാനുള്ള പടങ്ങൾ, അല്ലെങ്കിൽ 1000 കോടി അടിക്കാനുള്ള പടങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇല്ല എന്ന് തന്നെയാണ്. കാരണം ഇത് ഇത്രയും ഹൈപ്പിൽ വരുന്ന ഒരു പടമാണ്, എക്സ്പെക്ട് ചെയ്ത് വരുന്ന പടമാണ്, അത്രയും സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു പടമാണ്. അത്രയ്ക്കും പൊട്ടൻഷ്യൽ, ഇനി വേറെ ഒരു പൊട്ടൻഷ്യലും വേറെ ഒരു പടത്തിന് വരാത്തത്ര രീതിയിലുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു പടം കൂടെയാണ് ജയിലർ 2. എന്നിരുന്നാലും ജയിലർ 2 1000 കോടി അടിക്കണമെന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. കാരണം ഇനി ഒരു പടം വരുമോ എന്നുള്ള ഡൗട്ടാണ്. കാരണം എത്രയോ നല്ല പടങ്ങളുള്ള നമ്മൾ കോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഒരു 1000 കോടി പടങ്ങളില്ല. അപ്പൊ 1000 കോടി പടം വേണം, 1000 കോടി പടം വയ്ക്കണം. കാരണം ടോളിവുഡും അല്ലെങ്കിൽ ബോളിവുഡും മാത്രം 1000 കോടി അടിച്ചാൽ പോലല്ലോ, കോളിവുഡും അടിക്കണം.
കാരണം അതിനൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പടം കൂടെയാണ് ഈ ജയിലർ 2 ഞാൻ കണക്കാക്കുന്നത്. എന്നിരുന്നാലും കിടിലൻ സാധനം പെടയ്ക്കുന്നുണ്ട്. അനിരുദ്ധിന്റെ മ്യൂസിക് ചെയ്യുക, ആൻഡ് തലൈവറിന്റെ അവസാനമുള്ള നിപ്പ് ചെയ്യുക, നെൽസൺ ദിലീപ് കുമാർ അറിഞ്ഞു പണ്ണും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അമ്മാതിരി ഷോട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആൻഡ് ലാലേട്ടന്റെ ആ ഒരു DAG പോർഷൻ ഉണ്ടെന്ന് പറയുന്നു, മീശയില്ലാത്ത പോർഷൻ, മീശ മാത്രമുള്ള പോർഷൻ ഉണ്ടെന്ന് പറയുന്നു. രജനീകാന്തിനെ എങ്ങനെ പോർട്രേറ്റ് ചെയ്തു, അതിന്റെ ഇടയിലൊക്കെ അനിരുദ്ധിന്റെ അത് 100% അനിരുദ്ധിന്റെ ആ മ്യൂസിക് അഴിച്ച് വിട്ട് തരുവാളിയെ.